ഇന്ന് വരക് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. വെജിറ്റബിൾ ചേർത്ത ഉപ്പുമാവ്. ഇത് 1 കപ്പ് വരക് കഴുകി വൃത്തിയാക്കി വെള്ളം പാലാൻ വേണ്ടി അടുപ്പിക്കകത്ത് ആക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യം ഇത് ചീനച്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം. വരക്, ചാമയരി, പഞ്ഞപ്പുല്ല്, തിന ഇങ്ങനെയുള്ള ഈ ചെറുധാന്യങ്ങള് നമ്മൾ കഴിക്കുകയും ചോറ്, അരി ഏതരി, പച്ചരി, ചാക്കരി, കുത്തരി, ഗോതമ്പ് ഇത് എല്ലാം മാറ്റി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാതെ നമ്മൾ ഈ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് പൊണ്ണത്തടി വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ നല്ല പൊണ്ണത്തടി, അതായത് ജങ്ക് ഫുഡൊക്കെ കഴിച്ച് വളരെ വണ്ണം വെച്ച് വീർക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അതിന് പലരും ഇതിനൊരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ എന്ത് ചെയ്താലും ഇത് മാറുമെന്നൊരു ധാരണയില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ, ഈ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വണ്ണം കുറയും. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയാനും ഈ ആഹാരം, അതായത് ചോറ്, ഗോതമ്പ് എന്ന് പറയുന്നത് കഴിക്കുകയേ വേണ്ട. ഈ ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ലിവർ, ഈ ചോറ്, ഗോതമ്പ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കരളിന് വീക്കം ഉണ്ടാകുന്ന, അതായത് ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഇന്ന് ചെറുപ്പക്കാർക്ക് മുതൽ പ്രായമായവർക്ക് വരെ പൊതുവെ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അപ്പം അത് വരാതിരിക്കണം. അതായത് ചോറിനകത്തും ഗോതമ്പിനകത്തും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണ്. അത് നിമിത്തമാണ് ഈ കരൾ വീക്കം ഉണ്ടാകുന്നത്. അത് തടയുന്നതിനും പൂർണ്ണമായിട്ടും, അതുപോലെ തന്നെ കൊളസ്ട്രോള്, തൈറോയിഡ് ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ ഉള്ളവർക്കും ഈ ചെറുധാന്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അതോടൊപ്പം ദിവസം ഒരു മുട്ട, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഈ കുക്കുംബർ ജ്യൂസ് അടിച്ചു കുടിക്കുക, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ശരീരത്തിന്റെ ഈ കംപ്ലൈന്റുകൾ, തൈറോയിഡ്, കിഡ്നി കംപ്ലൈന്റ്, അതുപോലെ തന്നെ ലിവറിന്റെ കംപ്ലൈന്റ് ഇതെല്ലാം മാറി നമ്മള് പൊണ്ണത്തടിയും കുറഞ്ഞ് ഓവർ വെയിറ്റും കുറഞ്ഞ് നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് വരുവാൻ സാധിക്കും. ഇത് നമുക്ക് മാറ്റി വെക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചപ്പിയെടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അതോടൊപ്പം വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അല്പം നെയ്യ്, 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 പിടി ഉഴുന്നും 1 പിടി പരിപ്പും കൂടെ കഴുകി വെച്ചിരിക്കുന്നതാണിത്, അത് ചേർക്കാം. ഈ ഉഴുന്നും പരിപ്പും ചുമന്ന നിറമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തത് 1 പിടി, 4 പച്ചമുളക്, 2 കാരറ്റ്, 1 പകുതി കോളിഫ്ലവർ, കരിയാപ്പല. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസോ ക്യാബേജോ ക്യാപ്സിക്കം അങ്ങനെ പലതരത്തിലുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതും ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി പച്ചമുളക്, ഉള്ളി, ഇത് ചെറുതായി ഒന്ന് വരന്ന് വരുമ്പോൾ ബാക്കി വെജിറ്റബിൾസ് ചെയ്യാം. ഇതിലേക്ക് 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. ഇത് ഇന്ദുപ്പാണ് ചേർക്കുന്നത്. ഞാൻ എല്ലാത്തിനും ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനം ഉള്ളത്. സാധാരണ ഉപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിന് പ്രയോജനം ഉള്ളത് ഇന്ദുപ്പാണ്. പ്രത്യേകിച്ച് പ്രഷർ ഉള്ളവർക്ക് ഏറ്റവും പ്രയോജനമുള്ളതാണ് ഇന്ദുപ്പ്. ഇതിലേക്ക് കോളിഫ്ലവറും ക്യാരറ്റും
നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്യാം. ഈ ഒരു കപ്പിന് 1 കപ്പ് വരകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് തിളപ്പിച്ചെടുത്തു. അത് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതെല്ലാം കൂടി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ വരക് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. തിളയ്ക്കുന്ന വെള്ളം നമുക്ക് അടച്ചു വയ്ക്കാം. എല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വരകാണ്. നന്നായി ഇളക്കി മൂടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ആക്കി ഉപ്പുമാവ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം തേങ്ങ തിരക്കിയത് ചേർക്കാം. ഇത് വേണ്ടിയവർക്ക് ചേർത്താൽ മതി കേട്ടോ. എനിക്ക് തേങ്ങ ചേർക്കുന്നത് താല്പര്യം ആയതുകൊണ്ടാണ് ചേർക്കുന്നത്. ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഇളക്കിയിട്ട് അല്പസമയം കൂടെ മൂടി വയ്ക്കും. അല്പസമയം മൂടി വയ്ക്കും. നമ്മുടെ വരക് കൊണ്ടുള്ള ഉപ്പുമാവ്, രുചികരമായ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ രോഗങ്ങൾ മാറി ആരോഗ്യമുള്ളവരായി തീരുക.